ശബരിമല തീർത്ഥാടന പാതയിലെ ഏറ്റവും കഠിനവും എന്നാൽ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള പ്രദേശമാണ് പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ കരിമല. ജടമുടി മൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു, വെളുത്ത മുത്തു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു, കാട്ടാനകളോടൊത്തു കരിമ്പുലി കടുവ പടയണികൾ. ഈർപ്പമുള്ള നിത്യഹരിത വനങ്ങളാണ് കരിമലയിലുള്ളത്. ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കരടി എന്നിവയുടെ സ്വാഭാവിക ആവാസ കേന്ദ്രമാണിവിടെ. കരിമലയുടെ വനനിബിഡത ഈ മൃഗങ്ങൾക്ക് സുരക്ഷിതമായ ഒരു താവളം ഒരുക്കുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന പല പക്ഷികളും ഈ ഭാഗത്ത് കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4700 അടി ഉയരത്തിലാണ് കരിമല സ്ഥിതി ചെയ്യുന്നത്. ശബരിമല വനമേഖലയിലെ ഏറ്റവും ഉയർന്ന മലകളിൽ ഒന്നാണിത്. ഭൂമിശാസ്ത്രപരമായി ഈ മലയെ 2 ഘട്ടങ്ങളായി തിരിക്കാം. കരിമല കയറ്റവും കരിമല ഇറക്കവും. തീർത്ഥാടന പാതയിലെ ഏറ്റവും കഠിനമായ ഭാഗമാണിത്. 7 തട്ടുകളിലായാണ് മല കയറേണ്ടത്. കരിമല കയറ്റം കഠിനം എന്ന ചൊല്ല് തന്നെ ഇതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയിൽ നിന്നുണ്ടായതാണ്. കയറ്റം കഴിഞ്ഞാൽ അത്ര തന്നെ കുത്തനെയുള്ള ഇറക്കമാണ്. കാൽമുട്ട് വേദനയും ശ്വാസതടസ്സവും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള അത്ര ചെരിവുള്ള പാതയാണിത്. കരിമലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ഒളിയമ്പുഴയും വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് പമ്പാ നദിയുടെ തീരത്തേക്കാണ്. മുട്ടിടിക്കുന്ന ഇറക്കം എന്നാണ് പലപ്പോഴും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യന്റെ അഹന്തയെയും ശാരീരിക പരിമിതികളെയും നേരിടാനുള്ള ഒരു പരീക്ഷണമായാണ് ഭക്തർ ഈ മലകയറ്റത്തെ കാണുന്നത്. കരിമലയുടെ മുകളിൽ തനതായ ചില ജലസ്രോതസ്സുകളുണ്ട്. മലമുകളിൽ വറ്റാത്ത ഉറവുകളും കിണറുകളും കാണാം. കഠിനമായ കയറ്റം കയറി വരുന്ന തീർത്ഥാടകർക്ക് ആശ്വാസമാകുന്നത് ഈ പ്രകൃതിദത്ത ജലസ്രോതസ്സുകളാണ്. പമ്പാ നദിയുടെ പ്രധാന കൈവഴികളിലേക്കും മറ്റരുവികളിലേക്കും വെള്ളം എത്തുന്നത് കരിമലയിലെ നിബിഡമായ വനങ്ങളിൽ നിന്നാണ്. ഇവിടുത്തെ വൻമരങ്ങളും മണ്ണും മഴവെള്ളത്തെ സംഭരിച്ചു നിർത്തുകയും ഭൂഗർഭ ജലനിരപ്പ് നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പമ്പ അഴുത നദികൾക്കിടയിലുള്ള ഭൂമിശാസ്ത്രപരമായ ഒരു വേർതിരിക്കൽ കൂടിയാണ് കരിമല. കരിമലയുടെ ഏറ്റവും മുകളിലുള്ള നിരപ്പായ പ്രദേശമാണ് കരിമല ടോപ്പ്. ഇവിടെ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ സൗകര്യമുണ്ട്. കരിമല മുകളിൽ വനദുർഗാ സങ്കല്പത്തിൽ കരിമല ഭഗവതിയെ ആരാധിക്കുന്നു. കരിമല കയറ്റം കഠിനമാണെങ്കിലും ഭക്തർക്ക് ആത്മീയമായ വലിയൊരു അനുഭവം കൂടിയാണിത്. കരിമലയേറ്റവും കരിമല ഇറക്കവും കഴിഞ്ഞ് ഒളിയമ്പുഴ എത്തുമ്പോൾ വാങ്ങിക്കുടിക്കുന്ന ഇളനീരിന് അല്പം മധുരം കൂടുതൽ തോന്നുന്നതും അതുകൊണ്ടാവാം.